ഇതാണ് തിരുവനന്തപുരത്തെ പഴവങ്ങാടി മഹാഗണപതി ക്ഷേത്രം. കേരളത്തിലെ പേരുകേട്ട മഹാഗണപതി ക്ഷേത്രങ്ങളിലൊന്നാണിത്. വിനായക ചതുർത്ഥിയാണ് ഇവിടുത്തെ പ്രധാന ആണ്ടുവിശേഷം. പഴവങ്ങാടി ഗണപതി ക്ഷേത്രത്തിൻ്റെ തൊട്ടുപുറകിൽ തന്നെയാണ് ശ്രീപത്മനാഭ ക്ഷേത്രം. ലോകത്തിലെ തന്നെ ഏറ്റവും സമ്പന്നമായ ക്ഷേത്രങ്ങളിലൊന്നാണിത്. മാർത്താണ്ഡവർമ്മ മഹാരാജാവാണ് ഇന്നത്തെ രീതിയിൽ ഈ ക്ഷേത്രം പുതുക്കിപ്പണിത്. ശ്രീപത്മനാഭ ക്ഷേത്രത്തിൻ്റെ അടുത്ത് തന്നെയാണ് പുത്തൻ മാളിക. 1840 മഹാരാജാവായിരുന്ന സ്വാതി തിരുനാൾ ബാലരാമവർമ്മയാണ് ഈ കൊട്ടാരം നിർമ്മിച്ചത്. മരത്തിൽ തീർത്ത 122 കുതിരമുഖമുള്ള ശില്പം ചാർത്തിയ കഴുക്കോലുകളാണ് ഇതിലുള്ളത്. അതുകൊണ്ട് തന്നെയാണ് കുതിരമാളിക എന്ന് പേര് കിട്ടിയത്. നമ്മൾ പുത്തൻമാളിക എന്ന് പുറത്തിറങ്ങി കഴിയുമ്പോഴാണ് വടക്കേക്കോട്ട് കാണാം ഈസ്റ്റ് ഫോർട്ട്. ഇവിടുന്ന് ബസ് കിട്ടും മറ്റ് സ്ഥലങ്ങളിലേക്ക്. ഇതാണ് തിരുവനന്തപുരത്തിൻ്റെ സൂ. തിരുവനന്തപുരത്ത് നിങ്ങൾ വരുവാണെങ്കിൽ ഒരു ദിവസം ചുറ്റിക്കാണാനുള്ള ഒരു വീഡിയോ ആയിരുന്നു ഇത്. ഇവിടെ നിങ്ങൾക്ക് നിരവധി പരിപാടികൾ കാണാൻ പറ്റും. കുട്ടികൾക്കും മുതിർന്നവർക്കുമെല്ലാം ഇരിക്കാനും കുട്ടികൾക്കാണെങ്കിൽ കളിക്കാനുമെല്ലാം ഉള്ള സ്ഥലമുണ്ട്. ഇവിടെ പ്രധാനമായിട്ടും കാണുന്നത് സൂ ഉണ്ട്, നേപ്പർ മ്യൂസിയം ഉണ്ട്, അക്വേറിയം ഉണ്ട്, ആർട്ട് ഗാലറി ഉണ്ട്. അങ്ങനെ പല കാര്യങ്ങളും നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. ഇതാണ് തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷൻ. ഇതിൻ്റെ മുന്നിൽ തന്നെയാണ് ബസ് സ്റ്റാൻഡ്.